ഹായ് അസ്ലംക്ക, എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? നന്നായിരിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് പുതിയ പടങ്ങൾ? ഏതൊക്കെയായിരുന്നു പുതിയ പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്? ഞാൻ പുതിയ പടങ്ങൾ നാരായണൻ്റെ മൂന്നാൺ മക്കൾ ഇറങ്ങി. ഇപ്പോൾ കേക്ക് സ്റ്റോറി ഇപ്പോൾ കഴിഞ്ഞ ദിവസം റിലീസായത്. പിന്നെ അതിനു മുമ്പ് ഒപ്പീസ് എന്ന് പറഞ്ഞ സിനിമ വർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഇപ്പോൾ റിലീസാവാനൊക്കെ നിൽക്കുന്നതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് പടങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഓൺ പ്രൊജക്റ്റൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. ഉഷാറായിട്ട് ഇങ്ങനെ പോകുന്നു. അസ്ലംക്ക് എപ്പോഴും സിനിമയുടെ കാര്യങ്ങളെ കുറിച്ചിട്ട് എപ്പോഴും പ്രതികരിക്കാനുള്ളൂ. മലയാള സിനിമയിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അസ്ലംക്ക ഇൻസ്റ്റാഗ്രാമിലായാലും ഫേസ്ബുക്കിലായാലും ഒക്കെ പോസ്റ്റ് ഇടാറുണ്ട്. അതായത് തൻ്റേതായ ഒരു നിലപാട് അസ്ലംക്ക് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അടുത്തിപ്പോൾ ഷൈൻ്റെ ഷൈൻ ടോമിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വിവാദങ്ങളും കാര്യങ്ങളും സിനിമാക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ട്? അസ്ലംക്കാരെന്താ പറയാനുള്ളത്? ഞാനിപ്പോൾ ഷൈനുമായിട്ട് കഴിഞ്ഞ ഒപ്പീസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ പറഞ്ഞല്ലോ, റിലീസ് നിൽക്കുന്ന ഒപ്പീസ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ഒന്നിച്ച് വർക്ക് ചെയ്ത ഒരാളാണ്. ഷൈൻ്റെ ഒരു സത്യം പറഞ്ഞാൽ ഷൈൻ്റെ ഒരു സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഷൈൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുമായിട്ട് മിങ്കിളായിട്ട് ഇതായിട്ട് ഫോണൊക്കെ ഇങ്ങനെ കറക്കി ഒരു സ്റ്റൈല്, അതൊരു സ്റ്റൈലായിട്ട്. ഇപ്പോൾ രജനീകാന്ത് എന്ന് പറഞ്ഞ അണ്ണന്, രജനീകാന്ത് തലവർക്ക് ഒരു സ്റ്റൈലുണ്ട്, അതുപോലെ മമ്മൂക്കാക്ക് ഒരു സ്റ്റൈൽ. അപ്പോൾ പുള്ളിയുടെ ഒരു സ്റ്റൈലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇപ്പോൾ അടുത്ത് ഒരു 10 വർഷം മുമ്പ് എങ്ങാണ്ട് ലഹരി കേസിൽ ഉൾപ്പെട്ട ഒരു കേസ് അതിൽ നിന്ന് ഇല്ലയെന്നും പറഞ്ഞിട്ട് വെറുതെ വിട്ടു. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ ലഹരിയുടെ ഒരു ഉപയോഗം ഭയങ്കരമായിട്ട് ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അതുപോലെ കേരളത്തിലുടനീളം നടക്കുന്നത്. കൊച്ചിയിലാണെങ്കിലും ചെറിയ പിള്ളേരും അതുപോലെയൊക്കെ ആയിട്ടുള്ളവരൊക്കെ ഭയങ്കര ലഹരിക്ക് അടിമ ആയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തകൾ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. കൊലപാതകവും അതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള പല ഇതുണ്ട്. പക്ഷേ സിനിമാ ലോകത്ത് മാത്രം ഇങ്ങനെ വരുമ്പോഴേക്കും അതിനെ എടുത്ത് കാണിച്ചുകൊണ്ട് പിന്നെ പലരും വേണ്ടാത്ത രീതിയിൽ പ്രതികരിച്ച് അങ്ങനെയൊക്കെ ഒരു ഇതിലേക്ക് നമ്മൾ സിനിമാ ലോകത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആ വ്യവസായത്തെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു വ്യവസായമാണ് സിനിമ. ഈ സിനിമ ഇല്ലാതാക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ സിനിമാ ലോകത്തുള്ളവരെ ഈ സെലിബ്രിറ്റി എന്നുള്ളവരെ അല്ല പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദേഷ്യമാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഷൈന് ഇത് പലതരത്തിലായിട്ട് എന്താ ഇങ്ങനെ ഇതാക്കുന്നത് ഒരു അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഞാനിപ്പോൾ അതിൽ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്തതാണ്, മാനേജറായിട്ട് വർക്ക് ചെയ്തതാണ്. ആ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ നമ്മളായിട്ട് നല്ല ടേംസ് ആൻഡ് കണ്ടീഷനാണ്, നല്ലൊരു ഇതാണ്, ഫ്രണ്ട്ഷിപ്പാണ്, എല്ലാം ഉണ്ട്. അവരെ ഫാദറും എല്ലാവരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പലരും പ്രതികരിക്കുന്നതായിട്ടൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ഇത് എനിക്കിപ്പം അത്രയാണ് എനിക്ക് അറിയാവുന്ന ഒരു കാര്യം. പിന്നെ മലയാളത്തിൽ പല നടിമാരും അതുപോലെ ഹൻസിബ അങ്ങനെ പല നടിമാരും ഇപ്പോൾ പറയുന്നുണ്ട് ഷൈൻ ടോമിനെ ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് അവനെ പറഞ്ഞ് തിരുത്താണ് വേണ്ട, അല്ലാണ്ട് ഈ കേസ് കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് കൂടുതലൊരു ദേഷ്യപ്പെടും അല്ല അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിക്ക് പോകരുത് എന്നാണ് പറയണത്. പിന്നെ എനിക്കും പലപ്പോഴും തോന്നുന്നുണ്ട് ഒരു കളി തമാശ പോലെയാണ് ഷൈൻ ടോം കാണിക്കണമെന്നുണ്ട് ഇൻ്റർവ്യൂസിലൊക്കെ. അപ്പോൾ ആളൊപ്പം വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും ഷൂട്ടിംഗ് സെറ്റ് ചെയ്ത്? എന്ന് പറഞ്ഞാൽ ഷൈൻ നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മൾ ഫോൺ വിളിച്ചാൽ എടുക്കും, ഉത്തരം പറയും, നമ്മളെ വിളിച്ച് ഇങ്ങോട്ട് ചോദിക്കും. ശരിക്കും എല്ലാവരും നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കൺട്രോളറായിട്ടാണ് ഏറ്റവും കൂടുതൽ എല്ലാ നടന്മാരും കൺട്രോളറായിട്ടാണ് ഏറ്റവും കൂടുതൽ മിങ്കിളായിട്ട് അവരുടെ എല്ലാ കാര്യം വിളിച്ചു പറയും. നമ്മൾ മാനേജർമാരെ പോലും വിളിച്ചിട്ട് അസ്ലമേ ഇതിങ്ങനെയാണ് ഒരു കാര്യം, അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിയുമ്പോൾ നമുക്കൊരു നല്ല ബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ അടുത്തൊക്കെ ഒരു മെച്യൂരിറ്റിയോട് കൂടിയിട്ടുള്ള കാര്യത്തിലാണ് സംസാരിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ ഒരു പ്രൊമോഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ സ്റ്റൈലിലൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും വന്നിട്ട് പല അഭിപ്രായങ്ങളും കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഇതുകൊണ്ടാണ് ലഹരി കൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒന്ന് ഇതാക്കാൻ പറ്റും? ഒരിക്കലും പറ്റില്ല. അങ്ങനെയൊന്നും പറയാൻ ഞാനില്ല. പക്ഷെ നമുക്ക് ഈ അല്ലെങ്കിൽ പിന്നെ ഈ പറയും പോലെ ബിൻസിയൊക്കെ പറഞ്ഞ കാര്യങ്ങളിലോട് അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ കാണുന്നതിലാണോ അല്ലെങ്കിൽ അവർക്ക് ആ സമയത്ത് തന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് വീഡിയോ എടുത്തോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ അപ്പം തന്നെ വിളിച്ച് 1903 അങ്ങാണ്ട് നമ്പർ 02 അല്ലേ, ആ നമ്പറിൽ പോലീസിനെ അറിയിക്കാം, അല്ല അണ്ടറിൽ അറിയിക്കാം. ഇതൊക്കെ എന്താ ആ സമയത്ത് അറിയിച്ചുകൂടെ അവർക്ക്? ഇപ്പോഴാണ് ഇവർക്ക് ഇത് പറയാൻ തോന്നിയത്. അപ്പോൾ ആ സമയത്ത് അറിയിക്കാണ്ട് ഇതിപ്പോൾ പോലീസ് എന്തോ ഒരു വീഡിയോ വന്നു, ആ വീഡിയോ തന്നെ ആരാ എന്താണെന്ന് കാണാനില്ല. ഇത് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അത് ഇന്ന ആളാണെന്ന് എനിക്ക് ഒരിക്കലും അതിൽ മനസ്സിലായിട്ടില്ല. ഈ അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഈ പറയുന്ന കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഈ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അടിക്കുന്ന കണ്ടിട്ട് അവർ അവിടെ മിണ്ടാതിരുന്നു. എന്നിട്ട് ആരോ എന്തോ ഒരു പോലീസുകാരിങ്ങനെ ഓടിച്ചു എന്ന് പറയുമ്പോൾ ഇതൊക്കെ എടുത്തു പറയുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അപ്പോൾ അങ്ങനെ ഒരിക്കലും പറയരുത്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ പിടിപ്പിക്കണം.
എന്നേ ഞാൻ പറയാറുള്ളൂ. അല്ലാതെ ഈ അവിടെ കണ്ടിട്ട് കുറേ ദിവസങ്ങൾക്ക് ശേഷമോ വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ ആഴ്ചകൾക്ക് ശേഷമോ പ്രതികരിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനോട് എനിക്ക് എതിർപ്പാണ്, നല്ല എതിർപ്പാണ്. ഇവരൊക്കെ ഈ പറയുന്നതിനോട് വളരെ എതിർപ്പുണ്ട്. പിന്നെ ഇവരൊക്കെ പറയും പോലെ ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ പറയും പോലെ ബിൻസിയും അൻസികയൊക്കെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ അത് ചികിത്സിച്ച് മാറ്റേണ്ട നമുക്ക് നല്ല ഒരു ആക്ടറെ നഷ്ടപ്പെടുത്താതെ നമ്മൾ അയാളെ മാറ്റിയെടുക്കണമെന്ന് അതും എനിക്ക് അതിനോട് വല്ല. അതുപോലെ മാധ്യമങ്ങൾ പറയണ പോലെ ഒരാളുടെ മേത്ത് അടിച്ചേൽപ്പിക്കല്ല വേണ്ടത്. ഇപ്പൊ സിനിമാ മേഖലയിൽ മാത്രമല്ല, ഏതൊരു മേഖലയിലും എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ മദ്യം അടിക്കാത്തവരാരില്ല. ഇപ്പോൾ അതിൽ പറയണ്ടായിരുന്നു, ഒരു കമന്റ് ഞാൻ വായിച്ചു, ഇപ്പോൾ നിങ്ങൾ പാപം ചെയ്യാത്തൊരു കല്യാണം, അങ്ങനത്തെ ഒക്കെ ഒരു ഇത് കേട്ടു. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാൻ തന്നെയാണ്, മിക്ക ആൾക്കാരും ലഹരി യൂസ് ചെയ്യാൻ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ സിനിമാ മേഖലേനെ ഒരു കടന്നാക്രമണം നടത്തുന്നുണ്ടോ മാധ്യമങ്ങൾ എന്നുള്ളൊരു സംശയമുണ്ട് അല്ലേ? ഉറപ്പായിട്ടും മാധ്യമങ്ങൾ പിന്നെ ഏത് വരുമ്പോൾ ഇപ്പോൾ വലിയ വലിയ കൊലപാതകങ്ങളൊക്കെ നടന്നു ഇത് പത്തനംതിട്ടയിൽ അവിടെയൊക്കെ, അതൊക്കെ ഇങ്ങനെ ഒതുങ്ങി. പക്ഷേ സിനിമാ ലോകത്ത് ഈ സാധനം ഇങ്ങനെ കൊണ്ടുപോവാണ്, ഓരോ ദിവസവും ഓരോ തലത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ വേൾഡിൽ തന്നെ ഏറ്റവും വലിയൊരു വ്യവസായം എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമയിൽ മതപരമായിട്ടുള്ള ഇതിലായാലും ഇനി രാഷ്ട്രീയപരമായിട്ടായാലും ഏത് തരത്തിലായാലും ഈ സിനിമാ വ്യവസായം എന്നത് വളരെ അധികം അടുത്തു നിൽക്കുന്ന ഒരു വ്യവസായമാണ്. അപ്പോൾ നമുക്ക് അതിനെ ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ.